ഹേ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് സ്പ്രൈറ്റ്. ഏതായാലും നിങ്ങൾ ആദ്യത്തെ പാട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഇച്ചിരി എഡിറ്റിംഗ് മിസ്റ്റേക്സ് ഒക്കെ വന്നു. അത് ഫസ്റ്റ് ഓഫ് ഓൾ സോറി. ഓഡിയോ മിക്സിങ് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്. ഏതായാലും അപ്പം തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സൈറ്റ് കേട്ട എല്ലാവർക്കും നന്ദി. ഏതായാലും ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു എപ്പിസോഡാണ്. പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് ഫൈനൽ പാർട്ടും കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാവരും സെറ്റ് ചെയ്യുക. നമ്മളേതായാലും സൂൺലി ബാക്കി പോഡ്കാസ്റ്റുകളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ഏതായാലും ഇത് അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലോട്ട് പോയിട്ട് വാ. അപ്പൊ നിങ്ങളുടെ ഒരു പേരാണല്ലോ പോലെ തന്നെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളതാണ് ടെടെക് സ്പീക്കർ. ലൈക്ക് ഒരുപാട് മലയാളീസ് അങ്ങനെ ടെടെക് സ്പീക്കർ ആയിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്കലായിരുന്നു എടുത്തത്, എവിടെ ആയിരുന്നു? എന്റെ ആദ്യത്തെ രണ്ട് ടെറ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം കറന്റ്ലി ഒരു തേർഡ് വണ്ണിന്റെ മുന്നിലുള്ള. ഫസ്റ്റ് ടെറ്റോക്ക് മാംഗ്ലൂർ ആയിരുന്നു. സെക്കൻഡ് ടെറ്റോക്ക് ഇൻഡോർ വെച്ചിട്ടായിരുന്നു. ആദ്യത്തെ ടെറ്റോക്ക് വാസ് ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടെറ്റോക്ക് വാസ് ഹൗ ടു ഫൈൻഡ് യുവർ സെൽഫ് എന്നുള്ളതായിരുന്നു. സോ ആദ്യത്തെ ടെറ്റോക്ക് വാസ് ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ്. ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ജീവിതം ഇതുവരെ ജീവിച്ച് ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മൊത്തമാണ്, എന്റെ പെർസ്പെക്റ്റീവ് ആണ്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ചിന്തിച്ചിട്ട് പിന്നെ സ്റ്റെപ്പ് എടുത്ത് വെക്കലാണ്. ഞാൻ ഇന്നേരെ ജീവിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് പിന്നെ എന്താ ഇനിയിപ്പോ എന്താന്നുള്ളത് ചിന്തിക്കലാണ്. സോ ഐ ഡു തിങ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ ലൈക് സി വാട്ട് ഇസ് എ കോൺസിക്വൻസ്, അല്ലെങ്കിൽ എന്താന്നുള്ള സംഭവം. അങ്ങനെയാണ് ഞാൻ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞാൻ തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഐ വോണ്ട് ടു ലിവ് ഓൺ എഡ്ജ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു സീ വാട്ട് ഇറ്റ് ഈസ് ടു ലിവ് ട്രസ്റ്റിംഗ് യുവർ ഗട്ട്സ്, ട്രസ്റ്റിംഗ് യുവർ ഇൻസ്റ്റിക്ട്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടെഡ് ടോക്ക് ആൻഡ് ഇറ്റ് ഗോട്ട് എ ഗുഡ് റെസ്പോൺസ് ഓൺ ദാറ്റ്. സെക്കൻഡ് വൺ വാസ് ഹൗ ടു ഫൈൻഡ് യുവർ സെൽഫ്, അല്ലെങ്കിൽ വൈ ടു ഫൈൻഡ് യുവർ സെൽഫ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെല്ലാം നമ്മൾ കുട്ടികൾ നമ്മളൊരു ചെറുതായിരിക്കുന്ന സമയത്ത് തൊട്ട് നമ്മളെല്ലാം ഇമിറ്റേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമിറ്റേഷൻ ആണ് പഠിക്കണം. ദ ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ഇസ് ഇമിറ്റേഷൻ എന്നാണ് ഐ തിങ്ക് അരിസ്റ്റോട്ടിൽ ആരോ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ പലപ്പോഴും ലൈഫിന്റെ ഓരോ പോയിന്റ് എത്തുന്ന സമയത്തും നമ്മൾ ഫൈൻഡ് യുവർ സെൽഫ്. നമ്മളെ ഇപ്പൊ എനിക്ക് എന്താ വേണ്ടേ, എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അൺഹാപ്പിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് എപ്പോഴേക്കും ഓക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അത് ഫൈൻഡ് ചെയ്യണം, ഇത് ഫൈൻഡ് ചെയ്യണം, ഐ വോണ്ട് ടു ഫൈൻഡ് ഹാപ്പിനെസ്, ഐ വോണ്ട് ടു ഫൈൻഡ് ദിസ്, ഐ വോണ്ട് ടു ഫൈൻഡ് ദാറ്റ്. വി ആർ ഓൾവേസ് ട്രൈങ് ടു ഫൈൻഡ് certain things that we label success, happiness, money, fame, love, relationship. ഇതൊക്കെ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I think it's a wrong way to look at life. The right way to look at life is first find yourself, create yourself. ഓട്ടോമാറ്റിക്കലി ബാക്കി തേടുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ലൈക്ക് റിസൾട്ട് ആയിട്ട് നിങ്ങൾ വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. There was a point of my life where I had to lose myself. ഞാൻ എന്താണോ അതെനിക്ക് കംപ്ലീറ്റ്ലി I had to forget it. I had to reinvent myself. So there was a phase, okay, lose whatever you have learned, unlearn. സെക്കൻഡ് ഫേസ് വാസ് ഈ അൺലേൺ ചെയ്തിട്ട് യു ഹാവ് ടു അഗൈൻ റീലേൺ. പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഹൗ യു വോണ്ട് ടു ബി, അല്ലെങ്കിൽ വാട്ട് യു വോണ്ട് ടു ബി, അല്ലെങ്കിൽ ഹൂ യു വോണ്ട് ടു ബി. ഓക്കെ, യു ഡിസൈഡ്, ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ ആം, ഐ വോണ്ട് ടു ബിൽഡ് മീ ലൈക്ക് ദിസ്. You create yourself. More than finding yourself, you create yourself. Initially you find, you lose, then you create. So I had a phase like that. Automatically, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ I got married, right? I had, before I was getting married, that I am capable of taking care of myself. Like I am capable of being happy myself. Like I am capable of being sane. Like at least being insane. Like in the middle around, like not being numb, so that when someone comes into my life, like I'm ready, when I'm ready to bring in someone, I am ready to share that with them. Be it my happiness, be it my sane, like be it like the saneness or insaneness or whatever it is, I'm able to reciprocate that. Like and at least if I'm not able to take care of myself, I won't be like able to take care of the other person. So I have to be that. So ഈ ഒരു ലോജിക്ക് was the to the two TEDx, and it was a very great experience, very beautiful experience. Surreal it was, like especially the first one. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈമിലായിരുന്നു കാര്യം നടന്നിട്ടുണ്ടായിരുന്നത്. ഐ ന്യൂ ദാറ്റ് ഐ വുഡ് മേക്ക് അപ്പ് ടു TEDx, or I want to be a TEDx. I knew at one point, അല്ലെങ്കിൽ ഒരു ദിവസം I will have to give a TEDx. The same way I know that today ഒരു പോയിന്റിൽ I will be speaking at MSG. അല്ലെങ്കിൽ I know that I'll be at a certain point, I'll be successful, that എനിക്കറിയാം, അല്ലെങ്കിൽ I'll be certain things എനിക്കറിയാം. But I was not expecting that at that point. And that was very, very special.
And yeah, it was a very different experience. അതുപോലെ തന്നെ ലൈക്ക് ഹൗ ടു ബി എ ഒരു ജോഷ് പലർക്കും ലൈക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള എൻ്റെ ലൈഫിൽ പലരുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് അവർക്കൊരു ഇങ്ങനെ പ്ലാറ്റ്ഫോം എവിടെ കിട്ടും എങ്ങനെ കിട്ടുമെന്ന് മച്ചുമോർ അറിയത്തില്ല. ടെക്സിംഗ് അവർ ഇൻവിറ്റേഷൻ ആണെങ്കിലും ഈ ജോഷോ ടോക്ക് സ്റ്റോക്ക് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ലൈക്ക് സി ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലോജിക് ഉണ്ട്. ലൈക്ക് മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റ് ഇപ്പോഴും ടെഡക്സ് ഒക്കെ ഇൻവൈറ്റ് ഓൺലി ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ഇത് പോടുന്നതല്ല. ദേ ഹാവ് ടു ലൈക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് ഒരു ടെഡക്സ് ഇവന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ടെഡക്സ് ഇവന്റ് നടത്താൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിൽ ഹാവ് എ തീം, അതിന് കുറെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്ക് ഗസ്റ്റ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. സോ ദേ വിൽ ഡു എ റിസർച്ച് ആൻഡ് ഓൾ ദാറ്റ്. സോ അവർ ഗസ്റ്റ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ദേ റീച്ച് ഔട്ട് ടു ദം. അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഓൺ ബോർഡ് ചെയ്യുക. സോ ദേ റീച്ച് ഔട്ട് ചെയ്യും. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യുന്നതല്ല. ഇവൻ ജോഷ് ടോക്സ് അങ്ങനെ തന്നെ ആണെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ മുന്നേക്കാണ് ഐ തിങ്ക് ഇഫ് യു ഗോ ബാക്ക് ഒരു 10 years ബാക്ക് അത്ര ലൈക്ക് ഒരു ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഒരാളെ കണ്ടെത്തി സ്റ്റോറിയൊക്കെ അറിഞ്ഞ് ഇതാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഐ ബിലീവ് ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് ഇവൻ ദോ ടെഡക്സ് ഇസ് ഇൻവൈറ്റ് ഓൺലി, യു ഹാവ് ടു സെറ്റ് യുവർ ഫൗണ്ടേഷൻ അവിടെ സെറ്റ് ചെയ്യണം. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയും നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ കള്ള ഇലക്ഷൻ ഉണ്ടെന്ന് പറയും, റൈറ്റ്? ബട്ട് ഒരാളെ മുഖത്ത് നോക്കിയിട്ടായിട്ട് നമ്മൾ ഒരിക്കലും പറയില്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ ഒരു $multi-million കമ്പനി ബിൽഡ് ചെയ്ത ഒരാളാണ്, ഒരിക്കലും പറയില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ നല്ലൊരു പാട്ടുകാരനാണ്, ഒരിക്കലും പറയില്ല. അൺടിൽ ആൻഡ് അൺലെസ് യു ഹാവ് ഷോൺ സമ്മൺ ദാറ്റ്, ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല എന്ത് യു ഹാവ് ദാറ്റ് സ്കിൽ അല്ലെങ്കിൽ യു നോ സംതിങ്, പറയാൻ പറ്റില്ല. സോ യു ഹാവ് ടു ബി വോക്കൽ അബൌട്ട് ഇറ്റ്, യു ഹാവ് ടു ബി വിഷ്വൽ അബൌട്ട് ഇറ്റ്, യു ഹാവ് ടു ബി ഷൗട്ടിങ്, മേക്കിംഗ് നോയ്സ് അബൌട്ട് ഇറ്റ്. സോ എപ്പോഴും പറയും കരയുന്ന മുന്നിലെ പാലുള്ളൂ, മുന്നേ കേൾക്കുന്ന സാധനമാണ്. സോ ഇഫ് യു കാൺ ക്രൈ യു വോണ്ട് ഗെറ്റ് ദ മിൽക്ക്, റൈറ്റ്? സോ you have to show, suppose let's say you have done something innovative, ഒരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്, something done, at least for the sake of attracting the people that you want in your life, you have to do that. ഇതിപ്പോ 2024 you have opportunity for everything. നമ്മള് ഒരു 10 വർഷം മുന്നേ nobody would have guessed എന്ത് വീട്ടില് ഒരു 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 പേസ്ട്രി ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരാളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എവറിബഡി അന്നത്തെ കാലത്ത് ബിസിനസ് ഐഡിയ വാസ് ഓക്കെ എന്ത് ഇനിയുടെ ഷോപ്പ്, ഇൻവെസ്റ്റ്മെന്റ്സ് വേണം, ഇത് വേണം, അത് വേണം, കാര്യങ്ങളാണ്. ഇനി യു ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ്, യു ജസ്റ്റ് നീഡ് വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മതി. ആൻഡ് ഇഫ് യു നോ എ പെർട്ടിക്കുലർ തിങ് യു ക്യാൻ മേക്ക് എ ലിവിംഗ് ഔട്ട് ഓഫ് ദാറ്റ്, റൈറ്റ്? അച്ചാറ് ഷോപ്പിഫൈയിൽ വിറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, റൈറ്റ്? ഇതൊന്നും അല്ലാണ്ട് പാട്ട് പാടാൻ അതായത് പാട്ട് പാടാൻ അറിയുന്ന ഒരാള് വേറൊരാൾക്ക് പാട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗിത്താർ വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, റൈറ്റ്? ഓൾ ഓഫ് ദിസ് ത്രൂ ഇന്റർനെറ്റ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദിസ് ത്രൂ വാട്സ്ആപ്പ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദിസ് ത്രൂ ഇൻസ്റ്റാഗ്രാം, വാട്ട് എവർ ഇറ്റ് ഇസ്, റൈറ്റ്? You have to make noise. And അത് I'm not talking this TEDxൽ എത്താനുള്ളതായിട്ടുള്ള പറയണേ. That all of that comes as a byproduct of something else, right? What do you do? What's the skill? അല്ലെങ്കിൽ how well you can get in front of people. That is how you get it, right? ഒരുപാട് ആൾക്കാർ ഫോർ ദ പേഴ്സണൽ എന്താ പറയാ മാർക്കറ്റിംഗ് പർപ്പസസ് ചോദിക്കാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ 2 ടെട്ടൊക്കെ കൊടുത്തല്ലേ ഞങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക, ഞാൻ ഇന്ന് കമ്പനിയൊക്കെ റൺ ചെയ്യുന്നത്, എനിക്ക് കുറച്ച് മാർക്കറ്റിംഗിന്റെ ആവശ്യമുണ്ട്, എനിക്കൊരു ടെഡ് സ്പീക്കർ ആണ്, എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് ടെഡ് സ്പീക്കർ ആണ് ചോദിക്കാം. ഞാൻ പറയും യു കനോട്ട് ഡു എനിത്തിങ്, ദാറ്റ് ദേ ഹാവ് ടു എന്ത് റീച്ച് ഔട്ട് ടു യു. വൺ തിങ് യു ക്യാൻ ഡു ഇസ്, നിങ്ങളിപ്പോൾ ആരെങ്കിലും ടെഡെക്സ് നടത്താനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ പേ ദം ആൻഡ് സീ. എനിക്ക് അറിയില്ല ഹൗ ദാറ്റ് ഹാപ്പൻസ്. ഇഫ് യു ഹാവ് ദാറ്റ് മണി യു ഗോ ഡു ദാറ്റ്. But ultimately, you have to do something valuable, give the value and take value. So that is what I feel. How to become a TEDx speaker? Make sure that you are making noise on that. At one point, I feel എല്ലായിടത്തും there are eyes around you and everything. But it doesn't mean എല്ലാവരും ആൾക്കാരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോന്നല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കേണ്ട ആൾക്കാർ, കാണേണ്ട ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് കണ്ണ് തിരിക്കും. And that might open a lot of doors. And TEDx was one such opportunity for me. And I believe it is how everywhere it works. അതുപോലെ തന്നെ ലൈക്ക് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്ന ലൈക്ക് പ്ലാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം ലൈഫിൽ എൻ്റെ ലൈഫിലാണെങ്കിൽ ലൈക്ക് ഞാനൊരു കുറച്ച് കാലം മുന്നേ ഒരു ഭയങ്കര പ്ലാനും ഭയങ്കര ഷെഡ്യൂളും ഇന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അത് അറിയാലോ, എപ്പോഴും അത് ഫുൾഫിൽ ആവാൻ പറ്റത്തില്ല. എന്തായാലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ അർത്ഥപ്പെട്ട് അങ്ങനെ. പക്ഷെ ലാസ്റ്റ് വർഷം എന്തായാലും ഈ 2024 ഒരു റെസൊല്യൂഷൻ പോലെ അല്ലെങ്കിൽ ഞാനൊരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് വെച്ചതാണ്. എൻ്റെ പ്ലാനിങ് വേണ്ട, ലൈക്ക് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്ന വരുമ്പോൾ ചെയ്യാം, ചെയ്ത് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ. ലൈക്ക് കറന്റ് ഞാൻ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് പല ചീഫ്മാരാണെങ്കിൽ പറയും ലൈക്ക് പ്ലാൻ ചെയ്യും, ഇന്നത് ഷെഡ്യൂൾ ചെയ്യുക, അപ്പോൾ ഇന്നത് ഉണ്ടാവില്ലല്ലോ. ലൈക്ക് ഞാനിപ്പം എന്തെങ്കിലും ഒരു സാധനം വന്നാൽ അപ്പം വിളിക്കും, എൻ്റെ ടീമിനെ വിളിക്കുമ്പോൾ സെറ്റ് ചെയ്യാൻ പോലെ അങ്ങനെ കഴിയണം. ലൈക്ക്
വാട്ട് അബൌട്ട് യു തിങ്ക് ലൈക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതോ ലൈക്ക് മച്ച് മോർ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വരികയാണെങ്കിൽ ഇപ്പൊ ചെയ്ത് തീർക്കുക, അപ്പത്തേക്കിൽ അപ്പം തീർക്കുക, പിന്നെ ഫ്യൂച്ചറിൽ ലൈക്ക് ഒരു പോയിന്റ് ഉണ്ടാക്കുക, ആ പോയിന്റിലോട്ട് എങ്ങനെ എത്തുന്നുള്ളത് ഒരുപാട് ടു ഡു ലിസ്റ്റും വീക്ക്ലി ലിസ്റ്റ് ഉണ്ടാക്കാതെ എങ്ങനെയാണ് കൈൻഡ് ഓഫ് ലൈക്ക് അതോ ലൈക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മളിങ്ങനെ കുറച്ചുകൂടി ഒരു മച്ച് മോർ ലൈക്ക് ഒരു ഗെയിം പോലെ മിഷൻ തീർത്ത് 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 പോകണം പോസിബിൾ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, കാരണം ഞാൻ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ ഐ എം വെരി പ്രിവിലേജ്ഡ് ടു സിറ്റ് വേർ ഐ ആം. എനിക്കൊരു ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനീഷ്യലി ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 2 എംപ്ലോയീസ് ആണ്, ഞാനും എന്റെ വേറെ ലൈക്ക് എംപ്ലോയി സിഒ, 2 ആൾക്കാരാണ്. ഞങ്ങളാണ് മാർക്കറ്റിംഗ് ടീം, ഞങ്ങളാണ് ഫൈനാൻസ് ടീം, ഞങ്ങളാണ് ഓപ്പറേഷൻസ് ടീം, ഞങ്ങളാണ് എല്ലാ ടീമും. സോ യു ഹാവ് ടു ബി എവറിത്തിങ്. അപ്പോൾ അവിടെ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു മാനേജ്. ചിലപ്പോൾ ഇന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, റൈറ്റ്? സോ അവിടെ യു ആർ ഹസ്ലിംഗ് ലൈക്ക് എനിത്തിങ്, ലൈക്ക് യു ആർ പുട്ടിങ് എവറിത്തിങ്, ബ്ലഡ് സ്വെറ്റ് ടിയേഴ്സ്, ആൻഡ് യു ഹാവ് ടു ബി ദർ, റൈറ്റ്? ആൻഡ് ഇത് കമ്പനീന്റെ ഒരു കാര്യം. ഇതിന് മുന്നേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്റെ കോണ്ടന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഐ വാസ് ദി എഡിറ്റർ, ഐ വാസ് ദി ക്യാമറമാൻ, ഐ വാസ് എ സ്ക്രിപ്റ്റർ, എല്ലാം ഞാൻ തന്നെ, ലൈക്ക് എവറിത്തിങ് ജസ്റ്റ് മീ. ആൻഡ് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ യു ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. ആൻഡ് അല്ലെങ്കിൽ ഐ വാസ് എ ലൈക്ക് വെരി മച്ച് ഇൻവെസ്റ്റഡ് പേഴ്സൺ ഓൺ പ്രൊഡക്ടിവിറ്റി, ആൻഡ് യു കനോട്ട് വേസ്റ്റ് ടൈം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അവിടുന്ന് ഐ തിങ്ക് ഒരു 3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കറന്റ് ഫ്രം വേർ ഐ എം സിറ്റിംഗ് റൈറ്റ് നൗ. ഐ എം ഇൻ എ വെരി ഡിഫറെന്റ് പൊസിഷൻ. ആൻഡ് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ലൈക്ക് ഇപ്പോൾ യു ലുക്ക് അറ്റ്, ഐ വാസ് അറ്റ് എ പോയിന്റ് വേർ നമ്മളിങ്ങനെ നോക്കൂലേ, ലൈക്ക് റിച്ചസ്റ്റ് പേഴ്സൺസ് ലൈഫ് സ്റ്റൈൽ, മോർണിംഗ് റൂട്ടീൻ, ആ റൂട്ടീൻ ഒക്കെ പറഞ്ഞിട്ട്. So I was very routine oriented, very disciplined, very like very എന്ത് to do list kind of a person. ഇന്ന് I'm not that person. Okay, I'm in a position where it's lot flexible for me. Or ഇപ്പൊ നേരത്തെ ലുഫി പറഞ്ഞ പോലെ ലൈക്ക് ഗോ വിത്ത് ദ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ I can create the flow now. I have built a flow for myself. That flow I can create. അത് എനിക്ക് ചേഞ്ച് ചെയ്യാം, എനിക്കത് ഫ്ലെക്സിബിൾ ആക്കാം, എനിക്കത് സ്ട്രിക്റ്റ് ആക്കാം. ബട്ട് ദ മോട്ടോ ഇസ് സ്റ്റിൽ വാട്ട് എവർ ഇറ്റ് ടേക്സ്, റൈറ്റ്? സോ വാട്ട് എവർ ഇറ്റ് ടേക്സ് ഐ കൻ ഡു, ബട്ട് ഇറ്റ്സ് ഇൻ എ മോർ ഫ്ലെക്സിബിൾ വേ. ഫോർ എക്സാമ്പിൾ, മുന്നേക്കെ ഞാനൊരു വെരി ഏർലി റൈസർ ആയിരുന്നു, എനിക്കൊരു 5:30, 6 o'clock ഒക്കെ എണീച്ച് ഇന്ന ടൈമിൽ എന്ത് ചെയ്യണം എന്നൊക്കെ കേൾക്കണം. ബട്ട് ഇന്ന് ഐ സ്ലീപ് ടിൽ വെൻ ഐ വോണ്ട് ടു സ്ലീപ്. എനിക്ക് ഒരു അത്യാവശ്യം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറങ്ങും. രാത്രി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഉറക്ക കളയാന്നുണ്ടെങ്കിൽ ഉറക്ക കളയും. ആൻഡ് അതല്ല, ഇപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങണമെന്ന് 8 മണിക്കൂർ ഉറങ്ങും. ചിലപ്പോൾ 10 മണിക്കൂർ ഉറങ്ങും, 10 മണിക്കൂർ ചില ദിവസം ഉറങ്ങുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 3 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ 6 മണി വരെ ഓഫീസിലുണ്ടാവും, ചിലപ്പോൾ 10 മണി വരെ ഓഫീസിലുണ്ടാവും, ചിലപ്പോൾ രാവിലെ 8 മണിക്ക് ഓഫീസിലുണ്ടാവും, ചിലപ്പോൾ 10 മണിക്ക് ഓഫീസിലുണ്ടാവും. സോ ഇറ്റ് ഡിപ്പെൻസ്, റൈറ്റ്? ബട്ട് സ്റ്റിൽ യു ഹാവ് യുവർ ഓൺ പ്രയോറിറ്റീസ്, റൈറ്റ്? യു ഹാവ് ടു മേക്ക് ഷുവർ നിങ്ങളെ പ്രയോറിറ്റീസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടേക്കിംഗ് കെയർ ആണെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് ഐ എം എൻഷുറിംഗ്. നൗ ഐ എം മാരീഡ്, ഐ ഹാവ് എ സർട്ടൻ ഡിഫറെന്റ് പ്രയോറിറ്റി. അതിന് മുന്നേ ഐ ഹാവ് മൈ കമ്പനി, ദാറ്റ് വാസ് വൺ ബിഗ് പ്രയോറിറ്റി. ഞാൻ കമ്പനി ഒരു 1 year ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻഗേജ്ഡ് ആണ്. So at that point of time, it was a transition period of time. അതുവരെ ഒരു 1 year, the only priority for me initially was building the company. So I was hustling day in and day out. So once I got engaged, I got another person. Like എൻ്റെ ലൈഫിൽ ഒരാളുണ്ട്. So I had a very conscious decision where I want to make sure that I'm giving importance to that person also. So I had to change certain things differently. I had to find time there. So അതിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ I had to compromise. അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇപ്പം ഫാസ്റ്റ് ഫോർവേഡ് അനദർ ഇയർ, I'm married now. Now I have a very different phase of life ലാണുള്ള ഇനീഷ്യൽ ഫേസ് ആണ്. So there are different things, but the only thing I'm ensuring is where I need my heads on, അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് എവിടെ വേണം, അറ്റൻഷൻ എവിടെ വേണം, I'm making sure that wherever I am, I'm present there. So that is the only thing that right now I'm doing. So if I'm present here, I want to be present there. Consciously, I'm doing a lot that I'm trying because I want to be present where I am and live like that, so that nobody, like ഇപ്പൊ ഞാനൊരു 5 minute ആണ് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും I make sure that 5 minutes I'm giving it in a very valuable way. Even if it is my wife, even if it is my team, whoever it is, I'm making sure I respect them, I value them the same way I respect my priorities also. So this is what I'm doing right now. And എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ. And I would not say you also have to do that. അറിയില്ല, പറ്റൂല. കാരണം it would be a very different advice. കാരണം my life is a different thing. ചിലപ്പം for someone else it would be not possible to do or live like I am doing right now.
അവർക്ക് അവരുടേതായിട്ടുള്ള റുട്ടീൻസ് വേണ്ടി വരും, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഉണ്ടായിരിക്കും. ബട്ട് ഇവൻ ടുഡേ ഇഫ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ എന്റെ കാലണ്ടർ നോക്കി കഴിഞ്ഞാൽ ഈവൻ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ഇയറിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ബ്ലോക്ക്ഡ് ആയിരിക്കും. ലൈക്ക് ചിലപ്പോൾ മീറ്റിംഗ്സ് ഉണ്ടാവും, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, മീറ്റിംഗ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓൾ ഓഫ് ദാറ്റ് വിൽ ബി ഇൻ എ കാലണ്ടർ. ആൻഡ് ഐ സ്റ്റിൽ യൂസ് നോട്ട്ബുക്ക് ആൻഡ് പെൻ. ഞാൻ ഇന്ന് എഴുതിയിരുന്നുണ്ടാവും, ലൈക്ക് ഓൾ ദ ടൈം ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആൻഡ് ചില കാര്യങ്ങൾ ഐ ഹാവ് ടു ഷെഡ്യൂൾ, ചില കാര്യങ്ങൾ ഐ ഹാവ് ടു ടൈം ബ്ലോക്ക് ഓൺ മൈ കാലണ്ടർ, ചില കാര്യങ്ങൾ എനിക്ക് വേണം തരത്തിലേക്ക് ആയിട്ടുണ്ടാവും. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്രയോറിറ്റീസ് റൈറ്റ് നൗ, ബട്ട് ഇറ്റ്സ് മച്ച് മോർ ഫ്ലെക്സിബിൾ. ദാറ്റ് ഇസ് വാട്ട് ഐ വുഡ് സേ. ആൻഡ് റൈറ്റ് നൗ വെരി ഹാപ്പി വിത്ത് ഹൗ ഐ എം ഡൂയിങ്. ഞാൻ ഇപ്പൊ എന്താണോ ചെയ്യണത് ഐ എം വെരി ഹാപ്പിയാണ്. At the same time, I'm very keen on, like, however it is, like, even though I'm very flexible on it, if something comes up, I have to make sure that, that ഇപ്പൊ വേറൊരാള് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ I have to make sure that I'm respecting that, I'm valuing that and all that. Be it time, be it money, be it presence, be it position, whatever it is, I'm making sure that I'm reciprocating that. This is the only thing. So right now, my schedule, my routine and everything is depending on my priorities and what my body says. സോ അത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഹെൽത്ത് വൈസ് ഐ വാസ് വെരി ഇൻവെസ്റ്റഡ് ഓൺ ഇറ്റ്. ഇന്ന് മച്ച് മോർ ലൈക്ക് മുന്നേ ഫിറ്റ്നസ് വൈസ് ആസ്തെറ്റിക് ബോഡി വൈസ് മച്ച് ഇൻവെസ്റ്റഡ് ആയിരുന്നു. ഇന്ന് അത് ഹെൽത്ത് ആൻഡ് ഫങ്ഷണൽ വൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കുറേ ചേഞ്ചസ് ഉണ്ട് ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ്. ആൻഡ് ഐ എം ട്രൈങ് ടു ഫൈൻഡ് an idea and understanding on what works for me. ആൻഡ് ദ സെയിം വേ എനിക്ക് എൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ട് വേറെ ആയാൽ അവിടെ ഫുള്ളസ്റ്റ് ആയിട്ട് ലിവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിട്ട് ഇസ് വാട്ട് ഐ എം ട്രൈങ് റൈറ്റ് നൗ. അതുപോലെ തന്നെ ലൈക്ക് ഇപ്പൊ നിങ്ങൾ മൊത്തമായിട്ട് പ്രതിപാദിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളല്ല, ലൈക്ക് നിങ്ങൾ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ടുപേരെ കേസ് ലൈക്ക് യുവർ മാരീഡ് ആൻഡ് ലൈക്ക് എന്റെ അതുപോലെ തന്നെ എന്റെ പോഡ്കാസ്റ്റ് ആണെങ്കിലും കോൺവെർസേഷൻ ആണെങ്കിലും പൊതുവെ ലൈക്ക് ഐ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ലൈക്ക് സംതിങ് ടു ആസ്ക് ടു മീ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ആക്ച്വലി ചോദിക്കാനുള്ള സംബന്ധിച്ചാൽ ഇപ്പൊ ലുത്ഫി ഐ തിങ്ക് 2 വർഷമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂഡോസ് ഫോർ ദാറ്റ്. നോട്ട് സംതിങ് കോമൺ. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി വഴിയാണ്, മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി എന്നിട്ടാണ്. അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവൻ ഒരു 5 എപ്പിസോഡുകൾ ചെയ്ത ആൾക്കാർ വളരെ കുറവാണ്. ആൻഡ് ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു 5-6-8 മാസമായിട്ട് എപ്പിസോഡ്സ് ചെയ്തിട്ടില്ല. ഒരു 1.5 വർഷം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട്, പിന്നെ എനിക്ക് വേറെ പ്രയോറിറ്റി വന്നു. ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ഫോക്കസ് ഓൺ സംതിങ് എൽസ്, റൈറ്റ്. ആൻഡ് മൾട്ടി ടാസ്ക് എന്നുള്ള സാധനം എനിക്ക് നിർത്തേണ്ടി വന്നു ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് മൾട്ടി ടാസ്കിങ് ഡസന്റ് വർക്ക്സ്, റൈറ്റ്. ബട്ട് ആ മൾട്ടി ടാസ്കിലേക്ക് എനിക്ക് വരണ്ട. 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. കോളേജിലാണ്. ഐ തിങ്ക് യുവർ IDCന്റെ ലൈക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. CMO ആണ്. യു ഓൾസോ മൈറ്റ് ബി വർക്കിംഗ് ഓൺ എ ലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ്, റൈറ്റ്. സോ കോളേജ് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, സ്റ്റഡിങ് ആണ്. സോ ഹൗ ആർ യു ഏബിൾ ടു ലൈക്ക് മൾട്ടി ടാസ്ക് അറൌണ്ട് യുവർ ഡെയിലി കോഴ്സ്? കാരണം ഞാൻ ചോദിക്കാനുള്ള റീസൺ വേറൊന്നുമല്ല. ഞാൻ കോളേജിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഓക്കെ. ബട്ട് കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ആ സാധനം അറിയില്ലല്ലോ. ഹൗ ഐ ഡിഡ് ഇറ്റ് അല്ലെങ്കിൽ ഹൗ വി വെന്റ് ത്രൂ എന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബട്ട് ഐ വോണ്ട് ടു നോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ബീങ് ഇൻ കോളേജ്? ഇപ്പോ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ ചെയ്യണേ? ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. സോ ഹൗ ആർ യു ബിൽഡിംഗ് യുവർ ലൈഫ്? Like basically I'm like living my dream from the college. പക്ഷെ ഞാൻ ബിടെക് ആവണം, CS ആവണം, ഒരുപാട് ലൈക്ക് എന്റെ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എടുക്കാം. അല്ലാതെ ബിടെക് എല്ലാവരും എടുക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് എടുക്കുന്നുണ്ട്. എനിക്ക് CS ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മോർ പ്രാക്ടിക്കലി ലൈക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞത് എനിക്ക് ലോജിക്കലി ചെയ്യാനാണ് ഒരുപാട് തിയറി പഠിച്ച് ഒരുപാട് അതാക്കി അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ ലൈക്ക് അങ്ങനെ ചെന്ന് പെട്ടതാണ് ഇവിടെ. ലൈക്ക് അപ്പൊ അങ്ങനെയൊക്കെ ലൈക്ക് ആദ്യം അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു. ലൈക്ക് ഞാന് കൊറോണ മുന്നേ സൗദിയിലായിരുന്നു, ലൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ലൈക്ക് കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ശരി ഫാമിലി എല്ലാം വന്നു ലൈക്ക് ഐ വാസ് ഡൂയിങ് ഇൻ ഹിയർ എന്ന് തീരുമാനിച്ചത്. പുറത്തോട്ട് തുടങ്ങിയൊക്കെ ആയിരുന്നു. ലൈക്ക് അതായി ഇൻ ലൈഫ് മുന്നോട്ട് പോകണം, ലൈഫ് സെറ്റ് ചെയ്യണം. ലൈക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ലൈക്ക് ഐ വാസ് തിങ്കിങ് ഞാൻ ഒരു ഫെയിലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിലെ വേറെ കാര്യം അത്ര പഠിച്ചിരുന്നല്ലോ അല്ലെങ്കിലും ഞാൻ ഒരുപാട് പഠിച്ചാണെങ്കിലും ലൈക്ക് ഞാൻ CS ഡിപ്പാർട്ട്മെന്റിൽ ജോലി വേണം എന്നല്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഹാപ്പിയർ ആക്കുന്ന എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈക്ക് പോഡ്കാസ്റ്റും
എന്നെ വീക്കിലി കണക്ട് ചെയ്യുന്ന എന്നെ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കുന്നു. ഞാനിപ്പോൾ 3 ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 6 ഓർഗനൈസേഷൻ കറന്റ് ഇപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ഡയറക്ടർ സ്റ്റുഡന്റ് ലീഡർ ആയിട്ടുള്ള ലൈക്ക് അതിന്റെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ഗൂഗിളിൽ നിന്ന് HR ഒക്കെ വന്നിട്ടായിരുന്നു ചെയ്തത്. ലൈക്ക് ഇപ്പൊ ഞാനൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ടോക്ക് ഇംഗ്ലീഷും മലയാളം അങ്ങനെ പുറത്തോട്ടും ഒരു ഇത്രയും സമയം ഒരാളെ മുന്നിൽ കേൾക്കണ ഒരു അത്രയും കോൺഫിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഒരു ഇങ്ങോട്ട് വന്ന ഒരാളെ നിനക്ക് വെച്ച് കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്കും ലൈക്ക് ഇറ്റ്സ് എ പ്രൈസ് എന്നെ ഒരുപാട് അപ്സ്കിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം മലപ്പുറത്ത് മലയാളം അല്ല ആലപ്പുഴയിൽ വരുന്നത്, കൂടുതൽ ശുദ്ധമായ മലയാളമാണ്. ലൈക്ക് നമ്മുടെ പടപടെ പടപടെ ചടപടെ കാര്യങ്ങളൊന്നും ഇവിടെ ഭയങ്കര എന്താണ് ലൈക്ക് എനിക്കാണെങ്കിലും ലൈക്ക് മലപ്പുറക്കാരനാണ് ഒരു മലപ്പുറക്കാരനാണ് അതിങ്ങനെ എന്താ കാണിക്കണം, അല്ലെങ്കിൽ ലൈക്ക് ഒരു മലയാളിയെന്ന് കാണിക്കുന്ന അപ്പുറത്തോട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കീ ആണ്. ലൈക്ക് ഐ നീഡ് ടു സ്ലോ ഡൗൺ മൈ ലാംഗ്വേജസ്. ലൈക്ക് അറിയാലോ ഞാനൊരു വന്ന് ഇതേപോലെ നിങ്ങൾ നിന്നുകൊണ്ട് അത്രയും ഭയങ്കര മലയാള വാക്കുകൾ ഒരുപാടൊന്നും ഇല്ല. ലൈക്ക് അതൊക്കെ എന്നെ ഡെവലപ്പ് ചെയ്യാൻ ഇതൊരു കാര്യമായ അപ്പം ലൈക്ക് എനിക്ക് മച്ചുമോർ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ക്ലബിലാണെങ്കിലേക്ക് എനിക്കൊരു ക്ലാസ് പോയി എഴുതിയാൽ എനിക്കൊരു ഇവന്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രശ്നം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ തുടരുള്ളൂ. അല്ലെങ്കിൽ എത്ര വലിയ ഹെഡ് പൊസിഷൻ ആണെങ്കിലും എല്ലാണെങ്കിലും ഞാൻ ലൈക്ക് ടാസ്ക് കിട്ടും. ലൈക്ക് എന്റെ ഒരു മേലെ ഹെഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ അത് എനിക്ക് പറ്റത്തില്ല. ലൈക്ക് നോട്ട് ക്വിറ്റിംഗ് എനിക്ക് എല്ലാത്ത ഡ്യൂട്ടീസ് തന്നാൽ മതി. അതുപോലെ തന്നെയാണ് പലതിലാണെങ്കിൽ ലൈക്ക് വാസ് ഡൂയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് കുറച്ചുകൂടി മാനേജബിൾ ആക്കാൻ പറ്റുന്നത്. ലൈക്ക് ഒരു റൊട്ടീൻ പോലെ ആയിരുന്നു. ലൈക്ക് ഫ്രൈഡേ ഷൂട്ട് ചെയ്യും, സാറ്റർഡേ എഡിറ്റ് ചെയ്യും, സൺഡേ പബ്ലിഷ് ചെയ്യും. അങ്ങനെ വിധത്തിലാണ് ഏതായാലും ഇത് കുറച്ച് ലേറ്റ് ആവും. കാരണം ലൈക്ക് ഇറ്റ്സ് മൈ ഓൺ ബർത്ത്ഡേ, ബർത്ത്ഡേ, ഇതിന്റെ ഒരു ആനിവേഴ്സറി ആണ്. ലൈക്ക് ഐ വാസ് ഡൂയിങ് സംതിങ് ടു ലൈക്ക് ഗിവിംഗ് ടു ദം എന്റെ ലിസണേഴ്സ് ആണെങ്കിലും എന്റെ ഫോളോവേഴ്സ് ആണെങ്കിലും അവർക്കൊരു എന്തെങ്കിലും ഒരു ക്രൈറ്റ് തന്നെയാണ് കേൾക്കുന്നത്. പുതിയ ഒരാളും കൂടി ആള് ട്രാവൽ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ ക്ഷണിച്ചത്. ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഗസ്റ്റുകളും കോളേജിലാണെങ്കിലും അങ്ങനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ടോക്കിംഗ് വിത്ത് എനിത്തിങ് അതുകൊണ്ടുകൂടിയാണ് പിന്നെ ഭയങ്കര അൾട്ര വിജയമൊന്നല്ല, മോശമൊന്നുമില്ല, സപ്ലിയും കാര്യങ്ങളും അങ്ങനെ പോകുന്നുണ്ട്. ലൈക്ക് പിന്നെ മെയിൻലി ഇതിനൊക്കെല്ലാം സമയം കണ്ടെത്തുന്നുണ്ടെന്ന് വെച്ചാൽ ഉറക്കത്തുനിന്നാണ്. ലൈക്ക് ഞാൻ ഉറക്കം കട്ട് ചെയ്യും, അതൊരു നോട്ട് എ ബെസ്റ്റ് ഓപ്ഷൻ. ലൈക്ക് പിന്നെ അതൊക്കെ സൺഡേ കൊണ്ടുപോയിടും, സൺഡേ തീർക്കും. അങ്ങനെയാണ് റൊട്ടീൻ വരുന്നത്. ലൈക്ക് അപ്പോൾ അത് സംടൈം അത് എനിക്ക് അൺഹെൽത്തി ആയി വന്നു. അപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് നിർത്തി. പിന്നെ ലൈക്ക് റീഷെഡ്യൂളിങ് ചെയ്ത സ്ലീപ്പ്, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും എനിക്കൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് തിങ്ക് ഒരു വീക്കെൻഡ് ആവുമ്പോൾ തിങ്ക് ചെയ്യും അടുത്ത വീക്കെൻഡ് ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒരു ബേസ് വെക്കും. അതിനപ്പുറം തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്നേ പോകും. അതൊക്കെ നടന്നാലും ഇത് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു ലൈക്ക് ആ സംഭവമാണ് വീക്കിലി ആകുമ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു ലോങ് ടൈം ആയാലും 2040 ഇങ്ങനെ ആകും എന്നൊന്നുമില്ല. ലൈക്ക് കുറച്ച് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് ജോബിനെ പോലെ ലൈക്ക് ഒരു വലിയ പ്രസന്റേഷൻ, അത് വെർച്വലി അല്ല, ഒരു ഒപ്പേര ഹാളോ വലിയൊരു ഹാൾ വെച്ചിട്ട് ലൈക്ക് പ്രസന്റിംഗ് ടു ലോട്ട് ഓഫ് പീപ്പിൾസ്. അത് ലൈക്ക് ഒരു വാവ് ഫാക്ടറാണ്. എനിക്ക് പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ. ലൈക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും സൂൺലി. അപ്പൊ അതും ഒരു മൈൻഡിലുണ്ട്. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, മുന്നോട്ട് പോകും. I really admire that about yourself, like you're finding time to do something to improve yourself. Because I don't think ഈ പോഡ്കാസ്റ്റിംഗ് ഒക്കെ ഇപ്പോഴായിരിക്കില്ല ഇതിന്റെ റിട്ടേൺസ് വന്നിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. വന്നിട്ടുണ്ടാവും ഓൾറെഡി, ഫീൽ ചെയ്യുന്ന ഇപ്പോഴായിരിക്കില്ല. മേ ബി 3 years, 4 years, 5 years down the line, I'm very sure you'll be seeing that. And I really wish you see that. And അതേപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ആ ഇറങ്ങുന്ന സമയത്ത് തീയതിയാണ് ബർത്ത്ഡേ? September 3rd ആണ് ബർത്ത്ഡേ. സെപ്റ്റംബർ 3/9/2003. 2001. 3 You're 21. Yeah, ഇതിലോട്ട് പോകും. You have a lot of time. So make sure you're like you're taking things that way. സമയമൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. ലൈക്ക് ഐ ഡോണ്ട് നോ എൻഡിങ് ആണോ എനിക്കറിയില്ല പോഡ്കാസ്റ്റിന്റെ. ലൈക്ക് സമയമൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത്. ലൈക്ക് യു ഹാവ് പ്ലെന്റി ഓഫ് ടൈം. ആരും ലൈക്ക് ഒരു റേസിലാണെന്ന് വിചാരിക്കരുത്. ടേക്ക് ആസ് മച്ച് ആസ് ലൈക്ക് എത്രത്തോളം ടൈം വേണോ അത്രത്തോളം ടൈം എടുക്കുക. ബിൽഡ് സംതിങ്. ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ യു വോണ്ട് ടു ബിൽഡ് സംതിങ്, ട്രൈ ടു ബിൽഡ് ദാറ്റ്. ഫെയിൽ ആവും, യുൽ ഫെയിൽ ലോട്ട് ഓഫ് ടൈംസ്, ഫെയിൽ ആവണം. ആൻഡ് make sure that you never quit on that until you find, okay, it's not for me.
and you don't find anything to take another step, don't quit. And wishing you all the best on that. താങ്ക് യു. അതുപോലെ തന്നെ ലൈക്ക് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ പോലെ പറയാം, ലൈക്ക് ഈ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാനുകൾ, ലൈക്ക് പറയാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന, ലൈക്ക് ഹാരിസൺ പോലും അല്ലാതെ ആയിട്ടും ലൈക്ക് എന്തെങ്കിലും പുതിയ പരിപാടികളോ അങ്ങനെ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ? Currently, the one vision that I'm sharing with the company is എത്രത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, അത്രത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ്. കാരണം മറ്റൊന്നല്ല, ഇപ്പം എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ്, സിബ്ലിങ്സ്, ആൾക്കാരൊക്കെ ഉണ്ട്. കോളേജിൽ 3-4 വർഷമൊക്കെ പോകും, ഡിസ്റ്റൻ്റ് എല്ലാതൊക്കെ ആയിട്ട് പോകും. പഠിച്ചിറങ്ങുന്ന സമയത്ത് ജോലിയില്ല. ജോലി ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഇന്റർവ്യൂസ് മറ്റൊന്നും അറ്റൻഡ് ചെയ്യാത്തതൊന്നും കൊണ്ടല്ല. അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്കില്ലില്ല. ഒന്ന് സംസാരിക്കാനുള്ള സ്കില്ലില്ല, പിന്നെ ഒന്ന് ചോദിക്കുന്ന ചോദ്യം പഠിച്ച കാര്യം അവർക്ക് അറിയില്ല. സോ ദേ ഡോണ്ട് ഹാവ് ദ സ്കിൽ ദാറ്റ് ദേ വെന്റ് ദ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ഫോർ. അപ്പോൾ വി ആർ ട്രൈങ് ടു റെവല്യൂഷണറൈസ് ദാറ്റ്. ആ ഒരു സാധനം മാറ്റണം. ഇന്നിപ്പോ വി ആർ നോട്ട് ലിവിങ് ഇൻ എ ജനറേഷൻ, ഞാൻ ഇത് കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നതല്ല, ദർ ആർ perks ഓഫ് ഗോയിങ് ടു കോളേജ് ആസ് വെൽ, ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ലിവിങ് ഇൻ എ ജനറേഷൻ വി ഹാവ് ടു ഗോ ടു കോളേജ് to get a job, അല്ലെങ്കിൽ to start a company or to get into Tesla or Amazon, nothing. നിങ്ങൾക്ക് ഒരു സ്കിൽ ഉണ്ടെങ്കിൽ people are ready to hire you, people are ready to give you jobs, people are ready to accommodate you, pay you and grow you. ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് 12th ഒക്കെ കഴിഞ്ഞിട്ട് 2 വർഷം ആകുമ്പോഴേക്ക് തന്നെ പലയിടത്തും പ്രൊഡക്ട് ഡിസൈനേഴ്സും പ്രൊഡക്ട് മാനേജേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ജസ്റ്റ് കോഡിംഗ് നോളജ് ഒക്കെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്. And that was because they have done or developed the skill. So what we're trying to do is we're trying to bridge that gap between people, skills and jobs. ഇത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വിഷനിലാണ് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ പല ആൾക്കാർക്കും ചിലപ്പോൾ പലതും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ അടുത്തൊരു വിഷനായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിലേക്ക് ഈ ഒരു സിസ്റ്റം, ഈ ഒരു സ്കിൽസ് അല്ലെങ്കിൽ ഈ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലേക്കായിട്ട് ഒരു സഹായം ഞങ്ങളെ പറ്റുന്ന തരത്തിലേക്കായിട്ട് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ പുതിയ അനൗൺസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ തിങ്, ബിക്കോസ് വി ജെന്യൂലി വാണ്ട് ടു മേക്ക് ഡിഫറൻസ് ഇൻ പീപ്പിൾസ് ലൈഫ്. ഒരാളടുത്ത് ഞങ്ങളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം അവരിലേക്ക് 100% അല്ലെങ്കിൽ 110% എത്തിക്കണം. അതിന് വേണ്ടിയിട്ടായിട്ട് ഏത് എക്സ്റ്റെന്റ് വരെയും പോകണം എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പൊ ലെറ്റ്സ് ഞങ്ങളടുത്ത് വന്നിട്ട് ഒരാൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരാള് ഒരു കാര്യം നിങ്ങൾക്ക് ഇത് തരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവർക്ക് കിട്ടുന്നത് വരെ ഏത് എക്സ്റ്റെന്റ് വരെ പോയിട്ട് അത് ഓഫർ ചെയ്യാനും കൊടുക്കാനും എത്തിക്കലി അത് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഞങ്ങളൊരു വിഷനായിട്ട് കാണുന്നത്. Other than that, I'm looking forward to being a better partner. This is right now one big goal, like one big priority. I want to make sure that I'm doing everything in my vicinity, in my capability, in my possibility to be that better person to my other half. So that's another priority. So yeah, more than all of that, I'm always trying to be a learner and trying to learn how to be a better individual than yesterday. So this is the only thing that I'm looking forward to. I want to be genuinely a better person. Nala, even if I'm not there, I want to make sure that ഇപ്പൊ നമ്മൾ ലെഗസി കാര്യങ്ങളൊക്കെ പറയും, but still after maybe 3 generations people would forget you. That would be something. But I genuinely want to build something that people would want even after 3 or 5 generations. So this is what I'm looking forward to. ഏതായാലും ആർട്ട് കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി വരട്ടെ. അതും അതിൽ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മളെ വാച്ച് ചെയ്യട്ടെ. ലൈക്ക് അതുപോലെ തന്നെ നമുക്ക് ഏതായാലും ഇനി കൈയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ലൈക്ക് ഇപ്പൊ ഇതിൽ സൂം മീറ്റിംഗിന്റെ ഇഷ്യൂ വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത് കട്ട് ചെയ്തു. അങ്ങനെ അല്ലാതെ ലൈക്ക് ഒരു കോൺവെർസേഷൻ പോലെ ആവാനും, ലൈക്ക് എനിക്കൊരു പോഡ്കാസ്റ്റിന് വേണ്ടി ഒരു പാർട്ണർ ആരെങ്കിലൊക്കെ ഐ ലുക്കിംഗ് ഫോർ, ലൈക്ക് എന്റെ സെയിം വൈബുള്ള എനിക്ക് അവൈലബിൾ ആയ ഒരാളെ നോക്കുന്നുണ്ട്. ലൈക്ക് അങ്ങനെ ഒരാളൊക്കെ വരികയാണെങ്കിൽ ലൈക്ക് അത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. Sure. Would love to have that. അപ്പൊ അതുവരേക്കും ഏതായാലും എപ്പിസോഡിനെ അവസാനിക്കുന്നു. ഏതായാലും എല്ലാവർക്കും ഇനി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.